ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. ആദ്യത്തെ എപ്പിസോഡിൻ്റെ ബാക്കി അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമ്മുടെ വന്നിട്ട്, അതായത് സൂൺ വന്നിട്ട് അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് വന്ന് നേരെ അടുത്ത ഡോറ് തട്ടണം വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ നെയ്ബറിൻ്റെ. അങ്ങനെ തട്ടി നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ അവിടേക്ക് ഒരു ക്ലീനർ ആൻറ്റി വരുന്നുണ്ട്. അപ്പം ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഇവിടെ ഉള്ളവരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, പക്ഷെ അവിടുത്തെ അവരൊക്കെ എന്താണെന്നറിയില്ല, പെട്ടെന്ന് അവിടെ നിന്ന് പോയി റൂമെന്ന് പറയുമ്പോൾ അവർ വന്നിട്ട് അഡ്വാൻസും പേ ചെയ്തിട്ടുണ്ട്, അതേപോലെ റെൻറ്റും തന്നെ ഫുള്ളാണ് പേ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറ്റിയെന്ന് തന്നെ അറിയില്ല, അവർ പെട്ടെന്ന് ലെഫ്റ്റായി അങ്ങനെ പറയുന്നത്. അപ്പോൾ സൂണിന് ആകെപ്പാട് സങ്കടമാണ്. സൂൺ ചോദിക്കുക, ഓ നീയും എന്നോട് പറയാതെ പോയില്ലേ അങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെ റൂമിൽ പോവുകയാണ്. പോയി കഴിഞ്ഞിട്ട് അവൻ വന്നിട്ട് അവൻ്റെ നേരത്തെ ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയാണ്. അതായത് ഇന്നലത്തെ ഫ്ലാഷ് ബാക്കില്ലേ, ഇന്നലത്തെ അവൻ തിയേറ്ററിൽ പോയത്. അങ്ങനെ അവിടെ പറ്റി എന്താ കാണുക, റാൻഡമായിട്ടൊരു മൂവിയല്ല, അവന് ഹഗ് എന്ന് പറയുന്ന ഒരു മൂവിയാണ് കണ്ടത്. അതേപോലെ അവനോട് ഏത് സീറ്റ് വേണം ചോദിക്കുമ്പോൾ അവന് G9 എന്ന് പറയുന്ന സീറ്റ് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ പിന്നാലെ തന്നെ വേറെ ഒരാൾ വരുന്നുണ്ട്. അവൻ ആരാന്നറിയില്ല, അവരാണ് നമ്മുടെ സെക്കൻഡ് ഹീറോ. അവൻ്റെ പേരാണ് ഓങ്സ. ഇന്നലെ നമ്മൾ തിയേറ്ററിൽ കണ്ടില്ല, അവൻ തന്നെയാണ്. അവൻ വന്നിട്ട് എനിക്ക് G8 സീറ്റ് തരുമോ അങ്ങനെ പറയുന്നുണ്ട്. ശരി, ഓക്കെ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ സൂട് ഒരുമാതിരി നോക്കുമ്പോൾ ഓങ്സ ചോദിക്കുന്നുണ്ട്, ഞാൻ നിൻ്റെ അടുത്തിരിക്കുന്നതുകൊണ്ട് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പറ, ഞാൻ വന്നിട്ട് വേറെ സീറ്റ് മാറിയിരിക്കുക. നീ അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറ അങ്ങനെ പറഞ്ഞിട്ട്. ഇല്ലല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറഞ്ഞാൽ അവർ രണ്ടുപേരും മൂവി കാണുന്നുണ്ട്. മൂവി കണ്ടതിന് ശേഷം അവർ രണ്ടുപേരും ഒരു ഐസ്ക്രീം കഴിക്കാൻ പോകുന്നുണ്ട്. രണ്ടുപേരും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓങ്സ ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെയാണ് മൂവി കാണുന്നത് ഇഷ്ടം? ഇങ്ങനെ DVD ആയിട്ടാണോ അല്ല അങ്ങനെ തിയേറ്ററിൽ പോയിട്ടാണോ, എന്താ സംഭവം അങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ സൂൺ പറയും, അങ്ങനെയൊന്നുമില്ല, എനിക്കതെൻ്റെ മൂഡ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അങ്ങനെ പറയും. അപ്പോൾ ഓങ്സ ചോദിക്കും, മൂഡ് ഡിപ്പെൻഡ് ചെയ്തിട്ടോ എന്താ, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ അങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ സൂൺ പറയും, എൻ്റെ പാരൻസിന് എപ്പോഴും തിയേറ്ററിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പോൾ എനിക്ക് വന്നിട്ടത് ശീലമുള്ളതാണ് തിയേറ്ററിൽ പോകുന്നത്. പിന്നെ എനിക്ക് വന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് കാണണം തോന്നി ഞാൻ DVD റെൻറ്റിന് വാങ്ങും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തിയേറ്ററിൽ പോയി കാണും അങ്ങനെ. പിന്നെ ഫാമിലിൻ്റെ കൂടെ ഇരുന്ന് കാണാനൊക്കെ തോന്നുകയാണെങ്കിലൊക്കെ ഞാൻ വന്നിട്ട് DVD റെൻറ്റിന് തന്നെ എടുക്കൽ അങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഓങ്സ പറയും, ഓ മൈ ഗോഡ്, എനിക്ക് നിന്നെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല, നീ ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ സബ്ജക്റ്റാണ് അങ്ങനെ പറയുന്നുണ്ട്. ഓക്കേ അങ്ങനെ പറഞ്ഞു. പിന്നെ അവർ രണ്ടുപേരും തിരിച്ചു വരികയാണ്. അങ്ങനെ നമ്മുടെ ഓങ്സ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ G8 ടിക്കറ്റ്സ് ആളില്ല, അതിങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൂണ് വന്നിട്ട് ബുക്സ് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ലേറ്റ് നൈറ്റിൽ നമ്മുടെ സൂണ് വന്നിട്ട് ഓടി പോവുകയാണ്. എന്നിട്ട് DVD ഷോപ്പിലോട്ട് ഓടി വരികയാണ്. അപ്പോൾ അവിടുത്തെ ഗേൾ വന്നിട്ട് ഷോപ്പ് ക്ലോസ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സൂൺ പോയിട്ട് ഹേ ക്ലോസ് ചെയ്യില്ല, ഒരേ നിമിഷം എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു, ഒരു DVD എടുക്കണം അങ്ങനെ. ഓ ഞാൻ കസ്റ്റമറൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരത്തെ ക്ലോസ് ചെയ്യാൻ വന്നാൽ, നീ 12th പഠിക്കുന്നത്, അതുകൊണ്ട് നിനക്ക് നിറയെ പഠിക്കാണ്ടാവില്ലേ? അതെ എനിക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു, എന്തായാലും ഞാൻ അകത്തോട്ട് വന്നിട്ട് ശരി വാ കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞിട്ട് ഗേൾ വന്ന് കൂട്ടിയിട്ട് കൊണ്ട്. അപ്പോൾ ഗ്രാൻഡ് പാ പറയുന്നുണ്ട്, നിന്നെ ഇപ്പോഴൊന്നും ഇവിടേക്ക് കാണാനൊന്നും ഇല്ലല്ലോ, അതെന്താ? ഒന്നല്ല ഗ്രാൻഡ് പാ, എനിക്ക് നിറയെ പഠിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണോ? ശരി, ഓക്കെ സാരമില്ല, നീ വന്നിട്ട് പോയി DVD ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ നിൻ്റെ അടുത്ത് കോസ്റ്റ് ചെയ്യില്ല. ശരി ഗ്രാൻഡ് പാ, താങ്ക് യു അങ്ങനെ പറഞ്ഞിട്ട് അവനോട് സെർച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അവനെ ബാക്കിൽ നിന്ന് ആരോ നോക്കുന്ന പോലെ ഉണ്ട്. ആരാണ് തിരിഞ്ഞ് നോക്കി പെട്ടെന്ന് നമ്മുടെ ഓങ്സ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഓങ്സ വന്ന് കൊണ്ടിരിക്കുമ്പോൾ, ഹായ് നീ എന്താ ഇവിടെ? ഞാൻ ഒന്നുമില്ല, ഞാൻ DVD വാങ്ങാൻ വന്ന. ഓ നിനക്ക് കുറേ പഠിക്കാനുണ്ടാവില്ലേ, അതാണല്ലേ നീ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, അതുകൊണ്ട് എനിക്കിവിടെ വരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ സൂണിൻ്റെ കയ്യിൽ ഓങ്സ എന്താ കാണിക്കുന്നത് വെച്ചാൽ ആ ടിക്കറ്റുകളൊക്കെ എടുത്ത് കൊടുക്കാൻ നോക്കുമ്പോൾ നിറയെ ടിക്കറ്റാണ്. ഇതെന്തിനാ എനിക്കിരുന്ന് എന്താ പറ്റി? ഒന്നുമില്ല, നീ ഇപ്പോൾ തിയേറ്ററിലോട്ടേ വരുന്നില്ല, നീ വരാത്ത ദിവസം നിൻ്റെ ആ G8 സീറ്റില്ലേ അവൻ്റെ അടുത്ത് ഇരിക്കുന്ന ആ സീറ്റ് ഫുള്ളായിട്ട് ഇവനാണ് ബുക്ക് ചെയ്തിരുന്നത് കണ്ടിരുന്നത്. അതിന് ടിക്കറ്റാണ്, ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് തിയേറ്ററിലോട്ട് പോയത്, അല്ലാതെ എനിക്ക് പണം കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. ശരി ഓക്കെ, അതിനിപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത്? അങ്ങനെയല്ല, ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്ന പോലും എനിക്ക് നിന്നെ ഭയങ്കര മിസ്സായിട്ടാണ്. ആക്ച്വലി ഐ റിയലി മിസ്ഡ് യു അങ്ങനെ പറയും. ഒരു ചെറിയൊരു കണക്ഷൻ. അപ്പോൾ നമ്മുടെ സൂണിനും എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഓങ്സിനോട്. അങ്ങനെ അവർ രണ്ടുപേരും DVD ഒക്കെ എടുത്ത് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ ഓങ്സ വന്നിട്ട് സൂണിനോട് ചോദിക്കുന്നത്, 14th നീ എൻ്റെ കൂടെ പുറത്തേക്ക് വരുമോ എന്ന് ചോദിക്കുക. അപ്പോൾ സൂൺ ചോദിക്കുക, എന്തിനാണ്? ഒന്നുമില്ല, ഞങ്ങളെ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും കൂടെ പുറത്ത് പോയിരുന്ന മൂവി കാണുന്നുണ്ട്, അപ്പോൾ നീ വരുമെന്ന് വിചാരിക്കുന്നു. അന്ന് നിൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ നീ വരില്ലേ? നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം, മാർച്ച് 14th നിൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ളത് എനിക്കറിയാം, അപ്പോൾ നീ വരില്ല എൻ്റെ കൂടെ ചോദിക്കും. ഒരു പക്ഷേ ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും പറയരുത്, നീ എൻ്റെ കൂടെ വരില്ലേ? ശരി ഓക്കെ ഞാൻ വരാം. നീ എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്താണ്, നീ വരണം അങ്ങനെ പറയാണ്. അങ്ങനെ അവിടെ ഒരു ചിരിച്ചും കൊണ്ടിരിക്കാനാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയിലേക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഗൈസ് എല്ലാം നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ബൈ ബൈ, താങ്ക് യു.